ചിലപ്പം അയാൾ ഒരു മെസ്സി ആയിട്ടുള്ള ആളായിരിക്കും, നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും, അയാളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വല്ലാതെ ഫോഴ്സ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടു പേർക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? എന്നാൽ അതിനൊരു റിസൾട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അയാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ എനർജി വേസ്റ്റ് ആവുക, മറ്റേ ആൾക്ക് ഇങ്ങനെ അതൊരു ട്രോമയായിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. അതേസമയം മറ്റേ ആൾക്ക് അയാളുടെ കോൺഫിഡൻസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. കഴിയുന്നതും അയാളെ മാറ്റിയെടുത്ത് പുതിയൊരാളാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താതിരിക്കുക. കുറേയൊക്കെ അയാൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. എന്നാൽ ചെറിയ ചെറിയ കറക്ഷൻസും സജഷൻസും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഭാഗത്തു നിന്ന് പല മിസ്റ്റേക്സും നിങ്ങൾ ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരാം. അത് ഫൊഗീവ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് വളരെ വലിയൊരു കാര്യം. ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ആൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുക, ആളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സ്പ്രസ് ചെയ്യുക. അത് നിങ്ങളുടെ വേർഡ്സിലൂടെയോ അല്ലെങ്കിൽ സർപ്രൈസിലൂടെയൊക്കെ നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാം. പല ആൾക്കാരും പറയാറുണ്ട്, എനിക്ക് നല്ല സ്നേഹമുണ്ട് എന്നാൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാനൊന്നും അറിയില്ല. പക്ഷേ ഇതൊരു നോ യൂസ്. അത് അപ്പുറത്തെ ആൾക്ക് ഫീൽ ചെയ്യണം. എന്നാൽ മാത്രമേ അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബെറ്റർമെന്റ് ഉണ്ടാവുള്ളൂ. അടുത്തത് റെഗുലർ ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ബോണ്ടും എനർജിയൊക്കെ ഒന്ന് 10 മടങ്ങായി വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം.